അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅദ് പരമ്പരയും മതപ്രഭാഷണ പരമ്പരയും ബുറുദാ മജ്ലിസുകളുമൊക്കെ പഴയ കാലം മുതൽക്ക് തന്നെ പല ജമാഅത്തുകളിലും മഹല്ലുകളിലും സുന്നി സംഘടനാ സ്ഥാപനങ്ങളിലുമൊക്കെ നടത്തപ്പെടാറുണ്ട്. അത് ഇന്നും നടന്നു വരുന്നുമുണ്ട്. പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് കുറവാണെങ്കിൽ പോലും അതും ഇന്ന് പലയിടത്തും ഉണ്ട് എന്ന് സാരം. ഏറ്റവും രസകരമായ കാര്യം, പണ്ട് കാലങ്ങളിൽ ഒരു പ്രഭാഷകനെ നിശ്ചയിക്കുന്നതിൻ്റെ മാനദണ്ഡം ആ പ്രഭാഷകന് എത്രത്തോളം വിജ്ഞാനമുണ്ട് എന്ന് നോക്കിയിട്ടാണ്. എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് ഒരു പ്രഭാഷകനെ നിശ്ചയിക്കാറുള്ളത്. ഇന്ന് ഒരു പ്രഭാഷകനെ നിശ്ചയിക്കണമെങ്കിൽ അദ്ദേഹത്തിന് എത്രത്തോളം ജനങ്ങളിൽ നിന്നും പിരിക്കാൻ കഴിയും എന്ന് നോക്കിയിട്ടാണ് ഒരു പ്രഭാഷകനെ ഇന്ന് നിശ്ചയിക്കാറുള്ളത്. അൽഹംദുലില്ലാ, അങ്ങനെ പറയുകയും കൊടുക്കാനും തയ്യാറുള്ളവരൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്, അതൊന്നും വിമർശിക്കേണ്ടതല്ല. എന്നാൽ ഈ പഴയകാല ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പണ്ടൊക്കെ കമ്പോളങ്ങളിലും ചന്തകളിലും മീൻ മാർക്കറ്റുകളൊക്കെ ചില റൗഡികൾ ഉണ്ടാകാറുണ്ട്. ചിലരുടെ കുത്തിന് കയറി പിടിച്ച് പൈസ വാങ്ങിക്കുന്ന ഒരു പരിപാടി. തരാത്തവരുടെ കുത്തിന് കയറി പിടിച്ചെന്ത് ചെയ്യുക, പൈസ ചോദിച്ചെന്ത് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പോക്കറ്റിൽ കൈയിട്ട് പൈസ വാരി മീൻ പെട്ടിയിൽ നിന്നും മീൻ വാരി എടുക്കുന്ന ഒരു റൗഡിത്തരങ്ങൾ. ആ രൂപത്തിൽ നമ്മുടെ ഇന്നത്തെ പരമ്പരകളൊക്കെ മാറുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ട്. ഈ അടുത്ത് ഞാനൊരു വഅദ് പരമ്പര നമ്മുടെ യൂട്യൂബിൽ നിന്നും വീക്ഷിക്കാൻ ഇടയായി. അദ്ദേഹം പിരു നടത്തുന്നുണ്ട്. ആ പിരു നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ആദ്യമായി അദ്ദേഹം പിരിച്ചത് അവിടുത്തെ മഹല്ല് കമ്മിറ്റികളിൽ നിന്നാണ്. അത് അദ്ദേഹം തന്നെ എന്ത് ചെയ്യാണ്, 1 ഗ്രാം സ്വർണം സെക്രട്ടറി, 1 ഗ്രാം സ്വർണം പ്രസിഡന്റ്, അങ്ങനെ ഓരോ വ്യക്തികളിൽ നിന്നും പറഞ്ഞങ്ങ് ഉറപ്പിച്ച് എഴുതിപ്പിക്കുകയാണ്. ഏതായാലും നിങ്ങൾ ആ ഒരു പ്രഭാഷണത്തിൻ്റെ ശകലം കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി സംസാരിക്കാം. ഇവിടുത്തെ പള്ളിയുടെ പ്രസിഡന്റ് ആരാണ്? 1 ഗ്രാം സ്വർണ്ണം നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ വൈസ് പ്രസിഡന്റ്. അപ്പോൾ 1 ഗ്രാം സ്വർണ്ണം പ്രസിഡന്റിന്റെ വക കൂലത്തൊക്കെ പേര് കൂലത്തൊക്കെ പേര് വൈസ് പ്രസിഡന്റ് ആരാണ്? പേര് പറ. മുഹമ്മദ് സത്താർ ഇവിടെ ഉണ്ടോ? വൈസ് പ്രസിഡന്റ് ആരോ? സൂഫിച്ച 1 ഗ്രാം സ്വർണം കൂലത്തൊക്കെ പേര്. ഇവരൊക്കെ ആദ്യം കൊടുക്കേണ്ട, അല്ല നിങ്ങളാ കൊടുക്കേണ്ട. ആദ്യം ജമാഅത്തിന്റെ കമ്മിറ്റിക്കാരെ മാതൃകയാകേണ്ടത്. കൂലത്തൊക്കെ പേര് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറി ആരാ? ആ ചങ്ങാതി 1 ഗ്രാം കൊടുക്കാൻ പാടുള്ള 1 ഗ്രാമൊന്നുമല്ല കൊടുക്കേണ്ടതില്ല. സത്യത്തിൽ ഇയാൾക്ക് 1 പവൻ കൊടുക്കേണ്ട ആള്. സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ അവിടുത്തെ കാശുകാരനാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകണം. എന്താ പറയണം? അതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ഭാര്യയുടെ കുടുംബത്തിലും മരിച്ച എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ. എല്ലാവർക്കും അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. 3 ഗ്രാം സ്വർണം കൂലത്തൊക്കെ ബിയർ. എന്താ പറഞ്ഞത്? 3 ഗ്രാം കൂലത്തൊക്കെ ബിയർ. അല്ലാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ മരിച്ച എല്ലാവർക്കും നീ സ്വർഗ്ഗം കൊടുക്കണേ റഹ്മാനെ. അവരുടെ മണ്ണറ മണിയറയാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, പെരുന്നാളിന്റെ സന്തോഷം കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഹിദ്മത്ത് നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ദുനിയാവ് ആഖിറവും രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അപ്പൊ അൽഹംദുലില്ലാ, 2 ഗ്രാം കഴിഞ്ഞു. പ്രസിഡന്റ് 1, 3, വൈസ് പ്രസിഡന്റ് 1, 4, സെക്രട്ടറി 3, 7. ഇനി ഇവിടുത്തെ ഖജാൻജി ആരാ? പൈസ ഉള്ള ആളാ? സുഖമില്ലാത്തേക്ക് അല്ലാഹ് മാറ്റി തരും. 1 ഗ്രാം സ്വർണം ഖജാൻജിയുടെ വക കൂലത്തൊക്കെ ബിയർ. എന്നെ ഒരു വട്ടം അതിനെ വിളിക്കുക, പിന്നെ വിളിക്കില്ല. ഒരൊറ്റ വിളിക്കത്തുള്ള കാരണം ഞാൻ ആരെ വിട്ടാലും കമ്മിറ്റിക്കാരെ വിടില്ല. അൽഹംദുലില്ലാ, 8 പവൻ കൂലത്തൊക്കെ ബിയർ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടുത്തെ കമ്മിറ്റിക്കാരുടെ കൂട്ടത്തിൽ ഇനി പൈസ ഉള്ള ആളാരാ? നീ ഇവിടുത്തെ ആരാ? ജോയിന്റ് സെക്രട്ടറി സത്താർ. എന്തേ സത്താറൊക്കെ ജോയിന്റ് സെക്രട്ടറി ആരെ? സത്താർ. ഒന്ന് കൈവക്കിക്കേ. സത്താറിന്റെ വക 1 ഗ്രാം കൂലത്തൊക്കെ ബിയർ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ദുനിയാവ് ആഖിറവും രക്ഷപ്പെടുത്തുന്ന തമ്പുരാൻ. ഹുസൈൻ എന്തേ?
നിങ്ങൾ ആ വഅദ് പരമ്പരയിലെ പിരിവ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇത് ഏത് ദീൻ പഠിപ്പിച്ചൊരു പിരിവാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ പറയുമ്പോഴാണ് ചില ആൾക്കാർ കമൻ്റ് ഇടുന്നത്, ഞാൻ തലേക്കെട്ട് കെട്ടിയ മുജാഹിദുകാരനാണ്, ഞാൻ തലേക്കെട്ട് കെട്ടിയ ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്, തബ്ലീഗുകാരനാണെന്നൊക്കെ പറയുന്നത്. അതൊന്നും നമുക്ക് പ്രശ്നമല്ല. നിങ്ങളെന്ത് പറഞ്ഞാലും വിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞു കൊടുക്കുവാനും അഭിപ്രായം പറയുവാനുമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, ഈ തലേക്കെട്ട് കെട്ടിയിട്ടുള്ളത്. നമുക്കിപ്പോൾ ഒരു വ്യക്തിയെ നോക്കി ദീൻ പറയാൻ പറ്റില്ലല്ലോ. ഇത് ചെരുപ്പ് നോക്കി കാല് മുറിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഈ പ്രഭാഷകൻ സിറാജുദ്ദീൻ ഖാസിമിയാണ് പ്രഭാഷകൻ, എല്ലാവർക്കും അറിയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ ആ പിരിവ് നടത്തുന്നതിൽ കമ്മിറ്റിക്കാരെ വിളിച്ച് സെക്രട്ടറി ഒരു ഗ്രാം, പ്രസിഡൻറ്റ് 1 ഗ്രാം, ജോയിൻറ്റ് സെക്രട്ടറി 1 ഗ്രാം, എല്ലാവരെ കൊണ്ട് 1 ഗ്രാം അങ്ങ് അദ്ദേഹം തന്നെ അങ്ങ് പറഞ്ഞ് സ്ഥിരപ്പെടുത്തുകയാണ്. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പള്ളി കമ്മിറ്റിക്കാർ, അവർ സെക്രട്ടറി ആകട്ടെ, പ്രസിഡൻ്റ് ആകട്ടെ, ആരാകട്ടെ, അവരെല്ലാം ഈ സമൂഹത്തിലെ വലിയ സമ്പന്നരല്ല. അവരെല്ലാം സാധുക്കളായ പല ആൾക്കാരും ഉണ്ട്. എൻ്റെ അറിവിലുള്ള എത്രയോ ആൾക്കാർ അവരുടെ ജീവിതം തന്നെ എത്രയോ ദുഷ്കരമായി വളരെ പ്രയാസപ്പെട്ട് കഴിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഒരു വഖത്ത് നിസ്കാരം മുടക്കാതെ എല്ലാ സമയത്തും ജമാഅത്തിന് പള്ളിയിൽ വന്ന കാരണത്താലാണ് അവർ സെക്രട്ടറി ആയിട്ടുള്ളത്. അങ്ങനെ ദീനീ വിഷയങ്ങൾ ചിട്ടയോടെ ഉപയോഗപ്പെടുത്തിയതിൻ്റെ പേരിലാണ് അവരിൽ പലരും പ്രസിഡൻ്റായിട്ടുള്ളത്. അങ്ങനെ ഓരോ സ്ഥാനം, അവരാരും സമ്പന്നരല്ല. അവരെയെല്ലാം ഈ രൂപത്തിൽ നിർബന്ധിച്ച് സദഖ ചെയ്യിപ്പിച്ച അങ്ങ് പേരെഴുതി ഉറപ്പിച്ചു കഴിഞ്ഞാൽ നാളെ ആ പൈസ അവർ കൊടുക്കേണ്ടത് ഒരു പക്ഷേ പലിശയ്ക്ക് പൈസ എടുത്തിട്ടോ, ബ്ലേഡിന് പൈസ എടുത്തിട്ടോ, അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും വായ്പ വാങ്ങിച്ചിട്ടോ വേണം കൊടുക്കേണ്ടത്. ഇത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ്. ഈ ഉള്ളവൻ്റെ ഉപ്പ ഒരു സമയത്ത് എത്രയോ വർഷക്കാലം, എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയി, അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ, എത്രയോ വർഷക്കാലത്തിന് മുമ്പ് ഒരു പള്ളിയിൽ ജമാഅത്തിന് പോയപ്പോൾ, നമ്മുടെ നാട്ടിലുള്ള പള്ളിയിൽ തന്നെ ജുമായ്ക്ക് പോയപ്പോൾ, അന്നത്തെ ഖത്തീബ് പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു വിഷയത്തിന് ഒരു പിരിവ് നടത്തുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ നരകത്തിൻ്റെ ശിക്ഷയും സദക്ക കൊണ്ടുള്ള ഗുണങ്ങളെ സംബന്ധിച്ചൊക്കെ വാതോരാതെ പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗിച്ച് പാവപ്പെട്ട എൻ്റെ ഉപ്പയും എഴുന്നേറ്റ് ഞാൻ ഇത്ര തന്നേക്കാം എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ എന്തെല്ലാം ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടാണ് ആ പൈസ കൊടുത്ത് വീട്ടിയെന്ന് അറിയാവോ? ഈ രൂപത്തിൽ ഇവരെല്ലാം എത്രത്തോളം ഇതിനു വേണ്ടി ബുദ്ധിമുട്ടും എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ രൂപത്തിലൊരു പിരിവ് വിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നും ഇല്ല, നിർബന്ധിച്ചൊരു പിരിവ് ഇല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാഹ് ഫസൗഫ നുഅ്തീഹി അജ്റൻ അദീമാ. ഒരാൾ അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അവന് പ്രതിഫലം നമ്മൾ നൽകും. അവൻ്റെ നേരെ കുത്തിനെ കയറി പിടിച്ച് അല്ലെങ്കിൽ അവനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചാൽ അതിന് പ്രതിഫലം ഇല്ല. ഞാൻ പെട്ടെന്നൊരു ബെയ്ത്ത് ഓർമ്മ വരുന്നത്, നമ്മുടെ അഹ്മദ് ബിൻ അൽ ഹക്കം റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബുണ്ട്, മആരിജുൽ ഖബൂലി ഫി സുല്ലമിൽ വുസൂൽ ഇലാ ഇൽമിൽ ഉസൂൽ എന്നും പറഞ്ഞൊരു ഗ്രന്ഥം. അതിൽ കാണാം, ശറുത്തു ഖബൂലിസ് സഈ അൻ യജ്തമിഅ ഫീഹി ഇസാബത്തുൻ വ ഇഖ്ലാസും മആ ലില്ലാഹി റബ്ബിൽ അർശി മാ സിവാഹു
മുവാഫിഖ അശ്ശറഇല്ലദി ഇർതദാഹു. മഹാനവറുകൾ പറയാണ്, ഒരു മനുഷ്യനിൽ നിന്നുള്ള അമല് സ്വീകരിക്കുന്നതിൻ്റെ മാനദണ്ഡം അത് ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുകയും അതിൽ ഇഖ്ലാസ് ഉണ്ടാകുകയും വേണം. ഇഖ്ലാസ് ലില്ലാഹി റബ്ബിൽ അർശി മാ സിവാ. അള്ളാഹു ആരാധനിക്കറങ്ങാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ആ നിലയിലുള്ള അർശിൻ്റെ ഉടമസ്ഥനായ റബ്ബിന് വേണ്ടി പ്രവർത്തിക്കണം. അതാണ് ആ ഇഖ്ലാസ്. ശരിയായ രൂപത്തിലെന്ന് പറഞ്ഞാലോ മുവാഫിഖ അശ്ശറഇല്ലദി ഇർതദാഹു, പടച്ച റബ്ബിൽ നിന്നും സുസ്ഥിരമായ അല്ലാഹ് ദീനായി അംഗീകരിച്ച തൃപ്തിപ്പെട്ട ആ ശറഇനോട് യോജിച്ച പ്രവർത്തനവും ആകണം. ആ രൂപത്തിൽ വേണം ഒരു അമല് ചെയ്യേണ്ടത്. അപ്പോഴേ അള്ളാഹു അത് ഖബൂൽ ചെയ്യുള്ളൂ. അപ്പം നല്ല സ്വന്തമായി നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങോട്ട് വരണം, ഇത് ചെയ്യാൻ അങ്ങനെ തോന്നണം. ആ രൂപത്തിലാണ് അമല് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല കാര്യങ്ങൾ കേൾക്കാനും ചെയ്യാനൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഇത് നമ്മുടെ യൂട്യൂബിൽ പല ആൾക്കാരും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ആകണം ഒരു പ്രഭാഷകൻ. അതായത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ ആൾക്കാരുടെ കുത്തിനേറി പിടിച്ച് പൈസ വാങ്ങണം. അത് ഇനി എന്താ കണ്ട ആരും റോൾ മോഡലാക്കണ്ട, അത് തെറ്റാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കട്ടെ.